പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ പരിശീലനത്തെ കുറിച്ചിട്ടാണ്. ആർക്കും വേണ്ടാതെ വലിച്ചെറിയപ്പെട്ട കുഞ്ഞുങ്ങളെ തെരുവിൽ നിന്നും കോരിയെടുത്ത് മാറോട് ചേർത്ത് ഉമ്മ വെച്ച് പോറ്റി വളർത്തി വലുതാക്കാൻ മദർ തെരേസയ്ക്ക് സാധിച്ചത് കർത്താവിൻ്റെ പരിശീലന കളരിയിൽ നിന്നും സ്വീകരിച്ച അലിവിൻ്റെ പഠനങ്ങളാണ്. അലിവിൻ്റെ അമ്മ എന്നല്ലേ നമ്മൾ അറിയപ്പെടുന്നത്. കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ച് ജീവിതം കുഷ്ഠരോഗിയായി മരിക്കുന്ന ജീവിതം, കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിക്കാനും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടാനും വിശുദ്ധനായ ഡാമിയന് സാധിച്ചത് കർത്താവിൻ്റെ പരിശീലന കളരിയിൽ നിന്നും പഠിച്ച കാരുണ്യത്തിൻ്റെ പാഠങ്ങളാണ്. കാരുണ്യം പ്രാർത്ഥനയും പ്രവർത്തനവും സംയോജിപ്പിച്ച യുഗപുരുഷനാണ് ചാവറയച്ചൻ. ബലിയർപ്പണത്തോടൊപ്പം ബലിയായിത്തീരുകയും ചെയ്ത പൗരോഹിത്യ ജീവിതമാണ് വിശുദ്ധനായ ചാവറ പിതാവിൻ്റേത്. തലമുറകളോളം പ്രകാശം പ്രസരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. അനേകായിരങ്ങളെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കാൻ സാധിച്ച ഒരു ആത്മീയ വഴികാട്ടിയായി മാറി. കർത്താവിൻ്റെ പരിശീലന കളരിയിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള അതുല്യമായ വ്യക്തിത്വങ്ങൾ വാർത്തെടുക്കാൻ സാധിക്കുക. അലിവിൻ്റെ, കാരുണ്യത്തിൻ്റെ, ദൈവീകതയുടെ വ്യക്തിത്വങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.